ഓൾ ഇന്ത്യ നിധി ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് ജില്ലാ ശില്പശാല നടന്നു. ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി KU ഷാജി ശർമ്മ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി നാരായണൻകുട്ടി സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് KK ചന്ദ്രൻ അധ്യക്ഷ ഭാഷണവും നടത്തി. അപ്പോൾ അങ്ങനെ ചില ഡൗട്ടുകൾ അവർ ചോദിച്ചു. എനിക്ക് തോന്നുന്നു ഒരു മാസത്തോളം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദം നടന്നു. എന്ന് വെച്ചാൽ അവർ ചില കാര്യങ്ങൾ നമ്മളോട് സൂചിപ്പിച്ചു, നമ്മൾ അതിന് കൊടുത്തു. അങ്ങനെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു പദ്ധതി, അപ്പൊ ഇതിന് അവർ കൃത്യമായിട്ട് അത് പഠിച്ചു എന്ന് നമുക്ക് മനസ്സിലായി. അവർ ചോദിച്ചു ഇതിനൊരു സൊല്യൂഷൻ എന്താണ്, കാരണം ഇത് നടത്തുന്ന ആളുകൾ നിങ്ങളാണ്, നിങ്ങൾക്കാണ് ഇതിനൊരു സൊല്യൂഷൻ പറയാൻ പറ്റുക. അപ്പൊ കൃത്യമായ ഒരു സൊല്യൂഷൻ നമ്മളടുത്ത് പറയാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മളൊരു സൊല്യൂഷൻ തയ്യാറാക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാ നിധികളിലേക്കും ഞങ്ങൾ വിളിച്ചിട്ടുണ്ടാവും, നമ്മുടെ ആളുകൾ വിളിച്ചിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ട്, നിങ്ങളുടെ ഒരു വർഷം ഒരു നിധിയിൽ ചാർട്ടേഡ് അക്കൗണ്ടിന് എത്ര രൂപ കൊടുത്തു, കമ്പനി സെക്രട്ടറിക്ക് എത്ര രൂപ കൊടുത്തു, അതേപോലെ ലീഗൽ അഡ്വൈസർക്ക് എത്ര രൂപ കൊടുത്തു, നിങ്ങളുടെ കമ്പനിയുടെ ഒരു വർഷം വാടക എത്രയാണ്, സാലറി എത്രയാണ്, ഇത് ചോദിച്ചിട്ട് നിങ്ങൾക്കൊക്കെ നമ്മൾ നോട്ടീസ് അയച്ചിരുന്നു ഇല്ലേ. അത് പാലക്കാട് ജില്ലയിൽ 12 നിധികൾ തന്നിട്ടില്ല എന്നുള്ളത് സത്യം. തന്നത് എനിക്ക് തോന്നുന്നു 9 നിധികളാണ്. ഇത് നമ്മൾ ചോദിച്ചത് എന്തിനാച്ചാൽ, നമ്മുടെ അടുത്ത് അവർ ചോദിച്ചത് ഫെഡറേഷനിൽ എത്ര നിധികളാണുള്ളത്, ആ നിധികളുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് തരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഈ നിധികളിൽ നിന്ന് നമ്മുടെ ടേൺ ഓവറുകൾ എടുത്തു. അതായത് ഒരു വർഷത്തെ നമ്മുടെ ടേൺ ഓവർ എടുത്തതിന് ശേഷം നമ്മൾ അതിനെ 3 തരത്തിലേക്ക് തിരിച്ചു. എന്ന് വെച്ചാൽ 20 ലക്ഷം രൂപ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉള്ള ഒരു നിധി കമ്പനി, ഒരു വർഷം പരമാവധി ചെയ്യാവുന്ന ബിസിനസ്, ആ ബിസിനസ്സിൽ പരമാവധി കിട്ടുന്ന പ്രോഫിറ്റ്, ഈ പ്രോഫിറ്റിൽ നിന്ന് നമ്മുടെ ഇത്തരം എക്സ്പെൻസ് കഴിച്ചാൽ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ഇത്രയാണ് എന്ന രീതിയിൽ നമ്മളൊരു പ്രോജക്റ്റ് തയ്യാറാക്കി. ഇതേപോലെ 50 ലക്ഷം രൂപ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉള്ള ഒരു നിധി, ഒരു വർഷം കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് എത്ര, 1 കോടിക്ക് മുകളിൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉള്ള നിധി കമ്പനികൾ, ഇങ്ങനെ 3 കാറ്റഗറിയിലേക്ക് നിധി കമ്പനികളെ നമ്മൾ തിരിച്ച് അതിനൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കി അത് നമ്മൾ കൊടുത്തു. അത് നിർമ്മലാ സീതാരാമന്റെ ഓഫീസിൽ നമ്മൾ കൊടുത്തു. അത് അവർ പഠിച്ചു. അത് പഠിച്ചതിന് ശേഷം അവർ പറഞ്ഞു, ഈ കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സാധനം അപ്പോഴേക്ക് നമുക്കൊരു മഴയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞു കോമ്പൗണ്ടിങ് ഇപ്പം ഞങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം ഓൾറെഡി നിലവിൽ ഞങ്ങൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കമ്പനി സെക്രട്ടറിക്കും ചാർട്ടേഡ് അക്കൗണ്ടന്റും വക്കീലുമാർക്കും പിന്നെ ഗവൺമെന്റിനും ഈ പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് സർക്കാർ പറഞ്ഞത് MCAയുടെ നിയന്ത്രണത്തിൽ നമുക്കൊരു മീറ്റിംഗ് നടത്താം. അപ്പൊ നമ്മുടെ ഫെഡറേഷനിൽ നോക്കൂ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഫെഡറേഷനിൽ എത്ര നിധികളുണ്ട് എന്നാണ് ആദ്യത്തെ ചർച്ചയിൽ അവർ ചോദിച്ചത്. അപ്പൊ 236 നിധികളുടെ ലിസ്റ്റ് നമ്മൾ കൊടുത്തു. ഈ 236 നിധികളുടെ ലിസ്റ്റ് നമ്മൾ കൊടുത്തിട്ട് ആ നിധികൾക്കൊക്കെ സെക്രട്ടറിക്ക് കൊടുത്ത തുക എത്ര, ചാർട്ടേഡ് അക്കൗണ്ടിന് എത്ര, ലീഗൽ എത്രയാണ്, നിങ്ങളുടെ വാടക, അഡ്വാൻസ്, ഇത്രയും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അതിൽ നമുക്ക് മറുപടി തന്ന ഈ 236 നിധികളിൽ നമുക്ക് മറുപടി തന്നത് 106 പിടിച്ചവർക്ക് വന്ന് മൊത്തത്തിലൊരു സാധനമൊക്കെ ഉണ്ടാക്കി 236 കണക്കൊക്കെ ഉണ്ടാക്കി നമ്മൾ കൊടുത്തു. യഥാർത്ഥത്തിൽ നമുക്ക് തന്നത് 106 നിധികളാണ്. അതായത് അവരുടെ ഫുൾ ഡാറ്റാസ് നമുക്ക് തന്നത്. ഈ ഡാറ്റാസ് നമ്മൾ അവിടെ സർക്കാരിന് കൊടുത്ത സമയത്ത് പറഞ്ഞു നമുക്ക് ഒരു യോഗം വിളിച്ചു കൂടണം. അങ്ങനെ ഡൽഹിയിൽ MCAയുടെ നേതൃത്വത്തിൽ എല്ലാ നിധി കമ്പനികളിലും യോഗം വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, കാരണം കേരളത്തിൽ 106 നിധികളാണെങ്കിൽ പോലും 2 പേര് വെച്ച് പോകണമെങ്കിൽ 212 ആള് പോകണം. ഈ 212 ആള് ഡൽഹിക്ക് പോകണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ട്രെയിനിന് പോകണമെങ്കിൽ 3 ദിവസം വേണം, പോട്ടെ. നമ്മൾ ഫ്ലൈറ്റ് എടുത്ത് പോവുകയാണെങ്കിൽ 24,000 രൂപ വേണ്ടി വരും മിനിമം. നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 12,000, പിന്നെ അവിടുത്തെ എക്സ്പെൻസ് ഒക്കെ വേറെ. ഒരാൾക്ക് ഏറ്റവും ചെറിയ 30,000 രൂപ ചിലവാണ്. അപ്പോൾ ഒരു നിധിക്ക് 60,000 രൂപ ചിലവായി MD ചെയർമാനും കൂടി പോകണമെങ്കിൽ. അപ്പോൾ ഒരു 60,000 രൂപ ചെലവ് ചെയ്ത് 212 പേര് ഡൽഹി പോണതിനേക്കാൾ നല്ലത് നമുക്കിവിടെ എറണാകുളത്ത് ROCയിൽ മീറ്റിംഗ് വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ അവർ പറഞ്ഞു ഈ എറണാകുളം ROCയിൽ മീറ്റിംഗ് നടത്താൻ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്, അത് പറ്റില്ല, നമുക്ക് അവിടെ തന്നെ വേണം, ഡൽഹിയിൽ തന്നെയാണ് പറ്റുള്ളൂ എന്ന് നിർബന്ധം പറഞ്ഞു. മദ്രാസിൽ പറ്റില്ല പറഞ്ഞു.
അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു നമുക്ക് ഡൽഹിയിൽ വരാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴേക്കും അവർ നമ്മുടെ സംഘടനയെ കുറിച്ച് അവർ കൃത്യമായിട്ട് അന്വേഷിച്ചു. അപ്പോൾ പേരിനാണെങ്കിൽ പോലും 7 സംസ്ഥാനങ്ങളിൽ നമുക്ക് പ്രതിനിധികളുണ്ട്. അതായത് 7 സ്റ്റേറ്റിൽ ANF-ന് അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്. ചില തമിഴ്നാട് പോലെ ഒക്കെയുള്ള സംസ്ഥാനങ്ങളിൽ പൂർണ്ണമായ കമ്മിറ്റികളുണ്ട്. അപ്പൊ ഈ കമ്മിറ്റികൾ അവിടെ നിന്നും ഇതേപോലെ തന്നെ നമ്മൾ ഈ കൊടുത്ത പരാതി എല്ലാ സ്റ്റേറ്റിൽ നിന്നും കൊടുത്തിരുന്നു. അവിടെയൊക്കെ വളരെ ചുരുങ്ങിയ നിധികളാണ് നമ്മുടെ കൂടെ ഉള്ളതെങ്കിൽ പോലും ഈ 7 സ്റ്റേറ്റിൽ നിന്നും ഈ നമ്മുടെ സംഘടനയുടെ പേരിൽ പരാതി പോയി. ANF-ന്റെ ലെറ്റർ പാഡിൽ പരാതി പോയപ്പോൾ സർക്കാർ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പൊ ഇതൊരു സിസ്റ്റം ഉണ്ടെന്നും ഇതിന് എന്താ പറയാ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനമാണെന്നൊക്കെ അവർക്ക് ബോധ്യപ്പെട്ടു. അവര് നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായി. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് MCA ഒരു ലിങ്ക് നമുക്ക് തരികയും നമ്മൾ ഓൺലൈൻ മീറ്റിംഗ് ആക്കി അതിനെ മാറ്റുകയും ചെയ്തു. ആ മീറ്റിംഗിൽ എനിക്ക് തോന്നുന്നു ഇതിലെല്ലാ നിധികളും പങ്കെടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കണോ അല്ലേ? ഉണ്ടാവും. എല്ലാ നിധികളും അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. കാരണം നമ്മളെല്ലാ നിധികൾക്കും ലിങ്ക് അയച്ചിരുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ ലിങ്ക് അയച്ചു കൊടുത്തിരുന്നു. നമ്മുടെ ഫെഡറേഷന്റെ ആളുകളുടെ യോഗമാണെന്ന് വിളിച്ചത് 7 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെ MCA ആണ് വിളിച്ചത് യോഗം. അവരാണ് ലിങ്ക് തന്നത്. അതിനകത്ത് വളരെ പോസിറ്റീവായി തന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയൊരു മൂവ്മെന്റ് ഇപ്പൊ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അയച്ചു കൊടുത്ത ലിങ്ക് നമ്മുടെ ആളുകൾക്കാണ്. പക്ഷെ നമ്മുടെ ആളുകൾ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഈ ലിങ്ക് മറ്റ് അസോസിയേഷന്റെ ആളുകൾക്ക് അയച്ചു കൊടുത്തിട്ട് നമ്മുടെ മീറ്റിംഗിൽ അസോസിയേഷന്റെ ആൾ കയറിയിരിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. കാരണം നമുക്ക് അവിടെ നിന്ന് അയാൾക്ക് ഇറങ്ങി പോകാൻ പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ മുമ്പിൽ MCA വിളിച്ച യോഗമാണ്. അതിനകത്തുനിന്ന് തൃശ്ശൂരിൽ നിന്നുള്ള അസോസിയേഷന്റെ ജോസഫേട്ടനെ പോലുള്ള ആൾക്കാരൊക്കെ കയറി അതിനകത്ത് ഇരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് വലിയ മാറ്റം ആ സംവിധാനത്തോടു കൂടി നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. മാത്രമല്ല അതിനുശേഷം ഇപ്പോൾ പാസ് 3 നമുക്ക് അവർ ഓപ്പൺ ചെയ്തു തന്നിട്ടുണ്ട്. മിക്കവാറും എല്ലാ നിധികൾക്കും പാസ് 3 ചെയ്യാൻ പറ്റും. ബ്രാഞ്ചുകൾ അംഗീകാരം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ബ്രാഞ്ച് അവർ അനുവാദം വാങ്ങി. 3 വർഷം കഴിഞ്ഞ നിധികൾക്ക് ഇപ്പോൾ ബ്രാഞ്ച് കൊടുക്കുന്നുണ്ട്. തത്വത്തിൽ ബാക്കി എല്ലാ പ്രവർത്തനവും ഇപ്പോൾ നോർമലായി. എല്ലാ ഫയലിങ്ങുകളും സ്വീകരിക്കുന്നുണ്ട്. ആകെ NDH4 റിജക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം കോടതി സ്റ്റേയിൽ കിടക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് മാറ്റം വരുത്താൻ നമുക്ക് എപ്പോഴേ പറ്റൂ? അടുത്ത പാർലമെന്റിലെ അമെന്റ്മെന്റോട് കൂടിയേ പറ്റും. കാരണം പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമമായതുകൊണ്ട് പാർലമെന്റിൽ ഇതിനൊരു അമെന്റ്മെന്റ് കൊണ്ടുവരണം. പാർലമെന്റ് ആണ് അതിന് അമെന്റ്മെന്റ് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജോർജ് കുര്യൻ, സുരേഷ് ഗോപി, അതുപോലെ തന്നെ പ്രേമചന്ദ്രൻ, കൊല്ലം MP പ്രേമചന്ദ്രൻ, കാരണം കുറച്ച് വിവര വിദ്യാഭ്യാസമുള്ളത് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഈ പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ എന്താണെന്ന് അറിയാൻ എഡിറ്റ് ചെയ്തിട്ട് ഇപ്പൊ എതിർക്കാനാണെങ്കിൽ പോലും ഈ ബില്ല് എന്താണെന്ന് അറിയണ്ടേ? അപ്പൊ അതിനുവേണ്ടി എന്താണ് നിധി റൂൾസ്, നിധിയുടെ ആ അമെന്റ്മെന്റ് എന്താണ്, ഇതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ പ്രേമചന്ദ്രൻ MP, അതേപോലെ തന്നെ കാസർഗോഡ് MP, നമ്മുടെ കുര്യൻ സാറ്, PT ഉഷ, ഇവരെയൊക്കെ കണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പാർലമെന്റിൽ ഇങ്ങനൊരു കാര്യം വരുന്ന സമയത്ത് ഇതിനു വേണ്ടി നമുക്ക് അനുകൂലമായി സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ തമിഴ്നാട് MP-മാര്, നമ്മുടെ MP-മാര്, അതുപോലെ ഗോവ, ഉത്തരാഖണ്ഡ്, ഡൽഹി, ഇങ്ങനെ നമ്മുടെ MP-മാരെയൊക്കെ നമ്മൾ അതിനു വേണ്ടി ചുമതലപ്പെടുത്തിയിട്ട് അടുത്ത പാർലമെന്റിൽ ഇത് പുതിയൊരു ബില്ല് വരുന്ന സമയത്ത് നിലവിലുണ്ടാവുന്ന ഈ സാഹചര്യത്തിൽ മാറ്റം വരണം എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വെച്ചിട്ടുള്ള ഒരു 10-12 ഫോർമുലകളുണ്ട് ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ. അതിൽ ഒന്നാമത് നമ്മൾ കൊടുത്തിട്ടുള്ളൊരു ഓപ്ഷൻ എന്താ വെച്ചാൽ 20 ലക്ഷം രൂപയുടെ, അതായത് പൊതുവെ എങ്ങനെയാ വെച്ചാൽ ഇന്ത്യയിൽ ഈ നമ്മളൊക്കെ കമ്പനി ആക്ട് ആണല്ലോ, 2013 കമ്പനീസ് ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന നിധി കമ്പനികളാണ് നമ്മൾ. 2013 കമ്പനീസ് ആക്ടും 2014 നിധി ആക്ടും വരുമ്പോഴാണ് നമ്മൾ ധനകാര്യ സ്ഥാപനമായിട്ട് മാറുക. തത്വത്തിൽ നമ്മളൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. അപ്പോൾ ഗവൺമെന്റ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്, ഗവൺമെന്റ് മാത്രമല്ല നമ്മുടെ കമ്പനി സെക്രട്ടറിമാർ, ചാർട്ടേഡ് അക്കൗണ്ടന്മാരൊക്കെ നമ്മളെ ട്രീറ്റ് ചെയ്യണം എങ്ങനെയാ വെച്ചാൽ അദാനിയുടെ കമ്പനിയും ഷാജിയുടെ കമ്പനിയും ഒരേപോലെ അവർ ട്രീറ്റ് ചെയ്യുക. കാരണം 2 കമ്പനിയാണ്, പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. അദാനിയുടെ കമ്പനിക്ക് 600% ലാഭം, ഷാജിയുടെ കമ്പനിക്ക് 18% വാങ്ങാൻ പറ്റുക. അതിൽ 12% ഇൻട്രസ്റ്റ് കൊടുക്കണം, അതിൽ 2% കമ്മീഷൻ കൊടുക്കണം, പിന്നെ വാടക കൊടുക്കണം. ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലാഭം 2%, ചിലപ്പോൾ 1.5% ഒരു കമ്പനി. ആലോചിച്ച് നോക്കൂ, 1.5% ലാഭമുള്ള നമ്മുടെ കമ്പനിക്കും
600% ലാഭം വാങ്ങുന്ന അദാനിയുടെ കമ്പനിയും ഒരേപോലെയാണ് ഗവൺമെന്റ് ട്രീറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഒരേപോലെ ഫീസ് അടിക്കുകയാണ്. അദാനിയുടെ കമ്പനിക്ക് 1500 ഫീസ് അച്ചാൽ നമുക്ക് 1500 ഫീസ്. അപ്പൊ അതിലൊരു വ്യത്യാസം ഉണ്ടാവണമെന്ന് നമ്മൾ സർക്കാരിനോട് നിർബന്ധമായി പറഞ്ഞു. അതിനൊരു ഫോർമുല വെച്ചാൽ എന്താ വെച്ചാൽ 20 ലക്ഷം രൂപ പെയ്ഡ് അപ്പ് ക്യാപിറ്റലുള്ള ഒരു നിധി കമ്പനി എങ്ങനെയാണോ ഇപ്പൊ നമ്മുടെ നാട്ടിൽ GST ഫയലിംഗ് നടക്കുന്നത്, അതുപോലെ നമുക്ക് തന്നെ അത് ഫയൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കമ്പനികൾക്ക് തന്നെ ഉണ്ടാകണം എന്നാണ് നമ്മൾ ഒന്നാമത്തെ ഓപ്ഷനിൽ വെച്ചിട്ടുള്ളത്. 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലുള്ള നിധി കമ്പനികൾക്ക് സർക്കാർ നിശ്ചയിക്കണം ഫീസ്. ഇപ്പൊ ഫീസ് നിശ്ചയിക്കുന്നത് കോട്ടമൈതാനത്തുള്ള കമ്പനി സെക്രട്ടറി 10,000 വാങ്ങിയ ഒറ്റപ്പാലത്തുള്ള കമ്പനി സെക്രട്ടറി 15,000 വാങ്ങണം. ഇപ്പൊ ഫീസ് നിശ്ചയിക്കുന്നത് കമ്പനി സെക്രട്ടറിമാരാണ്. അത് നമ്മൾക്ക് പറ്റില്ല പറഞ്ഞതാണ്. നമ്മൾ നിർബന്ധമായി പറഞ്ഞിട്ടുള്ളത് 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ബിസിനസ് ചെയ്യുന്ന, 1 കോടിക്ക് താഴെ ബിസിനസ് ചെയ്യുന്ന നിധി കമ്പനികൾക്ക് സർക്കാർ ഒരു ഫീസ് നിശ്ചയിക്കണം. എല്ലാം ഇപ്പൊ സർക്കാർ നിശ്ചയിക്കണല്ലോ. അപ്പൊ ഇതിനകത്ത് ഫീസ് നിശ്ചയിച്ച അപ്പോ ഇന്ത്യയിൽ മുഴുവൻ ഒരേ താരിഫിൽ വരും. 20 ലക്ഷത്തിന് മുകളിൽ 50 ലക്ഷത്തിന് താഴെ വരുന്ന നിധി കമ്പനികൾക്ക് സാറിന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത ഉണ്ടാവണം. ഇപ്പൊ നമ്മളൊരു നാട്ടില് 10,000 രൂപ കൊടുത്തൊരു വാഷിംഗ് മെഷീൻ വാങ്ങിയാൽ ആ വാഷിംഗ് മെഷീൻ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് അതിൻ്റെ ഒരു കാറ്റലോഗ് നമുക്ക് തരും. ഇതെങ്ങനെയൊക്കെയാണ് അത് പ്രവർത്തിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കൂ. സർക്കാർ പറഞ്ഞ ആധാർ കാർഡ് കൊടുത്തു, പാൻ കാർഡ് കൊടുത്തു, ബാങ്ക് അക്കൗണ്ട് കൊടുത്തു, മെയിൽ ID കൊടുത്തു, ഫോൺ നമ്പർ കൊടുത്തു. സർക്കാർ പറഞ്ഞ ഫീസ് കെട്ടിവെച്ചു. സർക്കാർ പറഞ്ഞ എല്ലാ റൂളും നമ്മൾ പാലിച്ചു. നമ്മളാരും ഓട് പൊളിച്ചിറങ്ങിയിട്ട് പുതിയ കമ്പനി ഉണ്ടാക്കിയ ആൾക്കാരല്ല. കേന്ദ്ര സർക്കാരിന്റെ 2014 നിധി ആക്ട് അനുസരിച്ച് അവർ എന്തൊക്കെ ആക്ട് പറഞ്ഞോ അതൊക്കെ അംഗീകരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് നമുക്കൊരു കാറ്റലോഗ് ഗവൺമെന്റ് തരണ്ടേ. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുക, ഇതൊക്കെ ചെയ്യാൻ പറ്റില്ല, ഇതൊന്നുമില്ല. അപ്പൊ നമ്മൾ കൃത്യമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനൊരു സിസ്റ്റം നമുക്ക് തരണം. ഇത് എങ്ങനെയാണ്, ഇതിൽ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ്. അപ്പൊ ഇതൊക്കെ ഏകദേശം നമ്മൾ 12 ആവശ്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഞാൻ എനിക്ക് കൂടുതൽ പോകുന്നില്ല, സമയക്കുറവുണ്ട്. ഈ 12 ആവശ്യങ്ങളും സർക്കാർ പറഞ്ഞിട്ടുള്ളത് പരമാവധി നമുക്കത് അനുകൂലമായ തീരുമാനം ഉണ്ടാക്കാം. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ ആ ബില്ല് വെക്കുകയും അത് പാസ്സാക്കി തരാം എന്ന് നമുക്ക് ഒരു ഉറപ്പ് തന്നു. മാത്രമല്ല അതിനുശേഷം നിരന്തരമായിട്ട് നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ്. ഇതുവരെ നമ്മുടെ സംഘടനയെ പോലും അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം 24 വരെ. പക്ഷെ ഇപ്പോ AINF എന്ന് പറയുന്ന ഒരു സംഘടന ദേശീയ തലത്തിൽ അല്ലെങ്കിൽ സർക്കാർ, കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ ഇതൊരു സംഘടനയാണെന്നും 7 സംസ്ഥാനങ്ങളിൽ ഇതിന്റെ പ്രവർത്തനമുണ്ടെന്നും ഇത്രയും നിധികൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നും നമുക്കൊരു ഡാറ്റ നമ്മളാണ് കൊടുത്തപ്പോ അവര് ഇപ്പൊ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല പല കാര്യങ്ങളും ഇപ്പൊ നമ്മളെ നേരിട്ട് മെയിൽ മുഖാന്തരം അവർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പല കാര്യവും നമ്മുടെ അഭിപ്രായം അവർ അംഗീകരിക്കുന്നു, അവരുടെ അഭിപ്രായം നമ്മൾ കേൾക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പോസിറ്റീവായ ചർച്ച ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു കാര്യം നിങ്ങളെ ആദ്യമായിട്ട് ഞാൻ അറിയിക്കുകയാണ്. മറ്റൊന്ന് സംഘടനാപരമായ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നിധിയുടെ പ്രവർത്തനം, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റു സമയങ്ങളിൽ പറയാം. ഈ സമയത്ത് അത് സമയക്കുറവുണ്ട്. ചില 1-2 കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ അധ്യക്ഷനോട് സൂചിപ്പിച്ച 1-2 കാര്യങ്ങൾ കൂടി നമുക്ക് കോട്ട് ചെയ്തുകൊണ്ട് പോവാം. ഒന്ന്, കമ്പനി സെക്രട്ടറി ചാർട്ടേഡ് അക്കൗണ്ടന്റ്. സത്യം പറഞ്ഞാൽ നമ്മൾ എനിക്ക് തോന്നുന്നു ഞാനും കനകേട്ടനും ഓർമ്മയുണ്ടാവും, ഇതേ ഹോളിലാണ് 2016 ആദ്യമായിട്ട് നിധി ഫെഡറേഷന്റെ ആദ്യത്തെ ഒരു യോഗം നടക്കണം. അത് വേണമെങ്കിൽ അതിന് സംസ്ഥാന യോഗമെന്നോ ജില്ലാ യോഗമെന്നോ മേഖല എന്നോ എന്ത് വേണമെങ്കിലും പറയാം. ആദ്യമായിട്ട് 2016 ഈ നിധി കമ്പനികൾ തുടങ്ങി ഇതിനൊരു കൂട്ടായ്മ ഉണ്ടാവണം. പാലക്കാട് ജില്ലയിലാണ് ആദ്യം നമ്മൾ തുടങ്ങുന്നത്. സ്വതന്ത്രമായി കേരളത്തിൽ ആദ്യമായി നിധി കമ്പനി തുടങ്ങുന്നത് പെരിങ്ങോട്ടുകുറിശ്ശിയിലാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് മുൻപ് സുവർണശ്രീ എന്ന് പറഞ്ഞൊരു സൊസൈറ്റിയാണ് നമ്മൾ ആദ്യം രൂപീകരിച്ചത്. ആ സൊസൈറ്റിയുടെ കീഴിൽ ധനകാര്യ സ്ഥാപനങ്ങൾ ആരംഭിക്കണം, അതിനെന്തൊക്കെ വേണമെന്നതിനെ സംബന്ധിച്ചൊക്കെ കൂടി ആലോചിക്കാനും 1-2 നിധികളൊക്കെ തുടങ്ങി പാലക്കാട് ജില്ലയിൽ. അങ്ങനെ 3-4 നിധികളുടെ പ്രതിനിധികളും ഒക്കെ ആയിട്ട് ഇതേപോലെ ഒരു 10-40 പേരായിട്ട് ഇതേ ഹാളിൽ ഇതേ സ്ഥലത്ത് ഇവിടെ വെച്ചാണ് AKNF എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് നമ്മൾ രൂപം കൊടുത്തത്. അപ്പൊ അതിൻ്റെ ഒരു സ്ഥാപകൻ എന്ന നിലയിൽ എനിക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സംഘടന കെട്ടിപ്പടുത്തെടുക്കാൻ വേണ്ടി കുറെ കാലം
10-20-28 വർഷക്കാലം രാഷ്ട്രീയ സ്വയംസേവകത്തിലൊക്കെ പ്രവർത്തിച്ചത് കൊണ്ടും അപ്പോൾ നമുക്ക് ഇങ്ങനെ ചില ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകണം, ഹിന്ദുവിനൊരു ബിസിനസ് രംഗത്തൊരു ഉയർച്ച ഉണ്ടാവണം എന്നുള്ള നിലയിലാണ് നമ്മൾ തുടങ്ങണം. ഈ പാലക്കാട് ജില്ലയിൽ നമ്മളത് ആദ്യമായിട്ട് AKNF എന്ന് പറയുന്ന ഓൾ കേരള നിധി ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെ വെച്ച് നമ്മൾ തിരികൊളുത്തി. ആ തിരികൊളുത്തിയതിന് ശേഷം മുന്നോട്ട് പോകണമല്ലോ. അപ്പൊ നമുക്കതിൽ ചില പരിചയക്കുറവൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അന്ന് നമുക്ക് വിളിച്ചാൽ കിട്ടാവുന്ന ചില ചാർട്ടേഡ് അക്കൗണ്ടന്റ് അതേപോലെ തന്നെ കമ്പനി സെക്രട്ടറിമാരൊക്കെ ആയിട്ട് നമ്മളൊരു ധാരണ ഉണ്ടാക്കി. ഞങ്ങൾ ഇങ്ങനെ ചില സംരംഭങ്ങളുണ്ട്, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ തൃശ്ശൂരുള്ള ശ്രീ കൃഷ്ണകുമാർ, അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ അന്ന് ഇത് തെളിയിച്ചാണ്. അദ്ദേഹം ആദ്യത്തെ കമ്പനി സെക്രട്ടറിയാണ്. നമ്മുടെ ഈ സംഘടനയിലെ ആദ്യത്തെ പല കമ്പനി സെക്രട്ടറിമാരെയും ചാർട്ടേഡ് അക്കൗണ്ടന്മാരെയൊക്കെ നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് എന്ന് വെച്ചാൽ സംഘടനയ്ക്ക് ഇങ്ങനെ ചില ആളുകളൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് നിങ്ങൾ ഇവരെയൊക്കെ ആയിട്ട് ചെയ്യണമെന്നാണ്. സത്യത്തിൽ നമുക്കൊരു പ്രതിസന്ധി വന്നപ്പോഴാണ് യുവമാരുടെയൊക്കെ തനി സ്വരൂപം നമ്മൾ മനസ്സിലാക്കിയത്. പ്രത്യേകിച്ചും കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നപ്പോൾ അവരൊക്കെ സംസാരിച്ച ആ വോയിസ് റെക്കോർഡിൽ നിന്ന് എൻ്റെ ഫോണിൽ കിടക്കുക. ഈ പറഞ്ഞ ആളുകളൊക്കെ അതിൽ കുറച്ചും കൂടി മാന്യമായിട്ട് നമ്മുടെ അടുത്ത് പെരുമാറിയത് 1000 രൂപയുടെ താഴെ. ശരിക്കും അതുമില്ല. ഓൺലൈൻ മീറ്റിംഗിൽ നിങ്ങളൊക്കെ ഉണ്ടാകുന്നില്ലോ, എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട്, ഞാൻ പറയേണ്ട കാര്യമില്ല. MCAയുടെ മീറ്റിംഗിൽ കൃത്യമായിട്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാകുന്നതാണ്, നിങ്ങളത് കേട്ടിട്ടുണ്ട്, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. 25,000 രൂപയുടെ മുകളിൽ കോമ്പൗണ്ടിന് ആവശ്യമില്ലാത്ത സാധനത്തിനാണ് 6.5 ലക്ഷം രൂപ വരെ ഇവിടുത്തെ കമ്പനി സെക്രട്ടറിമാരും ചാർട്ടേഡ് അക്കൗണ്ടന്റുകളും മേടിച്ചു കേരളത്തിൽ. 6.5 ലക്ഷം. അതെന്താ പറയണോ നിങ്ങള്? 2 ലക്ഷം ക്യാഷ് ആയിട്ട് തന്നെ വേണം. അത് എവിടെ കൊടുക്കണം? MCAയുടെ അതായത് മറ്റേ റീജൻ സോണൽ ഓഫീസ്, മദ്രാസ് സോണൽ ഓഫീസിൽ നേരെ ഓപ്പോസിറ്റ് ചായക്കടയുണ്ട്, പെട്ടിക്കട, അത് അവിടെ കൊണ്ടുപോയി കൊടുക്കണം. നമ്മൾ ആലോചിച്ച് നോക്കണം. പിന്നെ 2 ലക്ഷം ഇന്ന ആളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ബാക്കി അത് ക്യാഷ് ആയിട്ട് ഇവിടെ കൊടുക്കണം. പിന്നെ അവരൊരു 25,000 കൊടുക്കണം. ഇങ്ങനെ 6,80,000 രൂപ കൊടുത്ത ആളുകൾ വരെയുണ്ട് നമ്മുടെ കൂടെ. അതായത് 1.5 ലക്ഷം രൂപ മുതൽ 6.5 ലക്ഷം രൂപ വരെ കൊടുത്ത ആളുകളുണ്ട്. ഞാനിത് പറഞ്ഞെന്താ വെച്ചാൽ പോയതൊക്കെ പോയി, നമ്മുടെ എത്രയോ നഷ്ടപ്പെട്ടു, പോകട്ടെ, പ്രശ്നമല്ല. ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു കമ്പനി തുടങ്ങി ആ കമ്പനിയുടെ പ്രവർത്തനം എങ്ങനെയാണ് കൃത്യമായി ഫയൽ ചെയ്യാൻ നമുക്ക് പറ്റില്ല, നമുക്ക് കൃത്യമായി ഓഡിറ്റ് ചെയ്യാൻ ഒരാൾ വേണം. നമുക്ക് ആ സ്കില്ലില്ലാത്തത് കൊണ്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ അതിന് പറ്റിയ ആളുകളെ നമ്മുടെ ശമ്പളക്കാരനായിട്ടാണ് നിർത്തിയിട്ടുള്ളത്. കമ്പനി സെക്രട്ടറി ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശമ്പളക്കാരനാണ്. നമുക്ക് പറ്റില്ല ആളെ മാറ്റാം. നമ്മുടെ ശമ്പളക്കാരനായി നിർത്തിയ കമ്പനി സെക്രട്ടറിമാരും ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരും നമ്മുടെ യജമാനന്മാരായി നമ്മുടെ കറവ പശുക്കളെ പോലെ പിഴിഞ്ഞു. അതാണ് സത്യം. അപ്പോൾ ഇവിടെ അധ്യക്ഷൻ അത് സൂചിപ്പിച്ചു ഇവിടെ. അതുകൊണ്ട് കൃത്യമായിട്ട് അതിനൊരു സിസ്റ്റം ഉണ്ട്. നമ്മുടെ കമ്പനി സെക്രട്ടറിക്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റിന് അധികം പ്രാധാന്യം ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ല. ആളാരാവട്ടെ, നമുക്ക് ഗവൺമെന്റ് ആവശ്യപ്പെട്ട രേഖകൾ കൊടുക്കാനുള്ളൊരു സിസ്റ്റം നമുക്ക് ആവശ്യമുള്ളൂ. അതിനുള്ളൊരു സംവിധാനം നമ്മളിപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനി ഈ പറഞ്ഞ പോലെ പുറമേയുള്ള ആൾക്കാരൊന്നുമല്ല, നമ്മുടെ ഫെഡറേഷനകത്തുള്ള ചില ആളുകളെയൊക്കെ തന്നെ അതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഇത് എന്താണെന്നൊക്കെ പഠിച്ചു. ഇതൊന്നും ഒരു പ്രശ്നമില്ലാത്ത കാര്യമാണ്. എനിക്ക് തോന്നുന്നിപ്പോൾ ഫെഡറേഷൻ അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു കോമൺ ഓഡിറ്റിംഗ് ആൻഡ് ഫയലിംഗ്. അതിന് കമ്പനി സെക്രട്ടറിന്റെ ആൾ കാണുമ്പോൾ ഒരു നിർബന്ധമില്ലാന്ന്. നമുക്ക് ആവശ്യമുള്ള രേഖ നിങ്ങൾ ആവശ്യപ്പെട്ട ആൾക്ക് കൊടുത്താൽ അതവിടെ കൊടുക്കും, അതവിടെ ഫയൽ ചെയ്യും. അതിനുള്ള സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട്, വളരെ സിമ്പിളായിട്ട്. ഇപ്പൊ തന്നെ ഇവിടെ ഇരിക്കുന്ന നിധികളുടെ ഒരു വർഷത്തെ കമ്പനി ഫയലിംഗ്, ഓഡിറ്റിംഗ്, ഇന്റേണൽ ഓഡിറ്റിംഗ്, ഇതിങ്ങനെ കണക്കെടുത്താൽ 1,80,000 രൂപ മുതൽ 2,60,000 രൂപ വരെ ഒരു വർഷം കൊടുത്ത നിധികളാണ് ഇവിടെ ഇരിക്കുന്നത്. എനിക്കറിയാം ഇവിടുത്തെ നിധികളിൽ അത്രയും കൊടുക്കുന്നത് കൃത്യമായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അത് നിങ്ങളടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല. എനിക്ക് 2,60,000 രൂപ വരെ ഒരു വർഷം ഓഡിറ്റിംഗ് ആൻഡ് ഫയലിംഗ്, ഇന്റേണൽ ഓഡിറ്റിംഗിന് കൊടുക്കുന്ന നിധികളുണ്ട് ഇവിടെ. ഒരു വർഷത്തിൽ ആകെ എക്സ്പെൻസ് വരുന്ന 65,000 രൂപയാണ് ആകെ വരുന്നു. എന്ന് വെച്ചാൽ 2 ഓഡിറ്റിംഗ് അതിലുണ്ടാവും, അർദ്ധവാർഷിക ഓഡിറ്റിംഗ്, വാർഷിക ഓഡിറ്റിംഗ്. കൂടാതെ ഒരു നിധി കമ്പനി ഒരു വർഷം 12 ഫയൽ ചെയ്യണം നിർബന്ധമായിട്ടും. 2 NDH3, NDH1, MGT7, ഇങ്ങനെ 12 ഫയലാണ് ഒരു വർഷം ഒരു നിധി കമ്പനി ചെയ്യേണ്ടത്. ഈ 12 ഫയൽ നിധി കമ്പനിയിൽ ചെയ്യാനും
2 ഓഡിറ്റിങ്ങിനും കൂടി ഒരു നിധിക്ക് പരമാവധി വരുന്ന എക്സ്പെൻസ് 65,000 രൂപയാണ്. അതിനാണ് ഇവിടുത്തെ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരും കമ്പനി സെക്രട്ടറിമാരും നമ്മളെ പിഴിഞ്ഞ് കൊള്ളയടിച്ച് 2,60,000 രൂപ വാങ്ങുന്നത്. അപ്പോൾ അതിന് മാറ്റം ഉണ്ടാവണം. അതിനുള്ളൊരു സിസ്റ്റം നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സർക്കുലർ കഴിഞ്ഞ ആഴ്ച തന്നെ അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടാവും. പാലക്കാട് നിധിയുടെ ജില്ലാ ഗ്രൂപ്പിൽ സർക്കുലർ അയച്ചിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ നിന്ന് അത് താഴേക്ക് ഫോർവേഡ് ചെയ്തിട്ട് ഇവിടുത്തെ ജില്ലാ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ അറിയില്ല. ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്യണം. ഓൾറെഡി സംസ്ഥാന സമിതിയുടെ സർക്കുലർ കഴിഞ്ഞ ആഴ്ച തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു കോമൺ സംവിധാനം നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചാണ്. സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചും ഒരു കാര്യമായ ചർച്ച നടന്നിട്ടുണ്ട്. അതും സംസ്ഥാന സമ്മേളനത്തോടു കൂടി അതിലൊരു ധാരണ നമുക്കുണ്ടാവും. എങ്ങനെയാണ് അതിനെ ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കേണ്ടത്. ഇപ്പൊ നിലവിലുള്ള സോഫ്റ്റ്വെയറുകാരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ്വെയർ നമ്മളാണ് ഇനി റേറ്റ് നിശ്ചയിക്കേണ്ടത്. അതിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനവും നമ്മൾ അതിന് സോഫ്റ്റ്വെയറിന് ചെയ്തിട്ടുണ്ട്. അതും സർക്കുലറിൽ എല്ലാവർക്കും അത് അയച്ചിട്ടുണ്ട്. അതേപോലെ രൂപ അല്ലെങ്കിൽ 1.5 കോടി രൂപയൊക്കെ പലതരത്തിലുള്ള ഡെപ്പോസിറ്റുകൾ സ്വീകരിച്ചിട്ടുണ്ട്. RD ആയിട്ട്, FD ആയിട്ട്, SD ആയിട്ടൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നൊരു 10-60 ലക്ഷം രൂപ വരെയൊക്കെ ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ള നിധികളുണ്ട്. എന്ന് വെച്ചാൽ പണം നമ്മൾ കളക്ട് ചെയ്തു, ഔട്ട്സ്റ്റാൻഡിംഗ് കിടക്കുകയാണ്. പിന്നീട് തുടർ ബിസിനസ്സിന് പണം ഇല്ലാതെ ഞെരുങ്ങുന്ന പല നിധി കമ്പനികളുണ്ട് കേരളത്തിൽ. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ പല നിധികളുണ്ട്. അപ്പൊ അത്തരം നിധികൾ നമ്മൾ ഈ കൂട്ടായ്മ കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? വെറുതെ അവിടെ വന്ന് ഉച്ചയ്ക്ക് ചോറിട്ട് പിരിഞ്ഞു പോലല്ല. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അത് കേട്ട് നിങ്ങൾ പോലല്ല. അതിനപ്പുറത്ത് കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ട് നമുക്ക്. അപ്പൊ നമ്മുടെ കൂടെ ഇവിടെ ഇരിക്കുന്ന നിധികൾ തന്നെ 110%, 150% പ്രോഫിറ്റ് ഉള്ള നിധികൾ ഇവിടെ ഉണ്ട്. 1 രൂപ പ്രോഫിറ്റ് ഇല്ലാത്ത നിധികളും ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോ ഇതിനെ എല്ലാത്തിനെയും നമ്മൾ എന്താക്കണം? നമ്മുടെ ലക്ഷ്യം എല്ലാവരും രക്ഷപ്പെടണം എന്നുള്ളതാണ്. അപ്പോ കമ്പനികളെ രക്ഷപ്പെടുത്താനുള്ള ഒരു സിസ്റ്റം നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ട് ഒരു ക്ഷേമ പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചു. ക്ഷേമ പദ്ധതി എന്ന് കേൾക്കുമ്പോൾ ഞെട്ടൊന്നും വേണ്ട, ചിട്ടി തന്നെ. പച്ച മലയാളത്തിൽ പറഞ്ഞ നമ്മുടെ നാട്ടിലെ ചിട്ടി. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 100 നിധി കമ്പനികളെ നമ്മൾ അതിനകത്തേക്ക് യോജിപ്പിക്കുന്നു. എല്ലാ നിധി കമ്പനികളെയും നമ്മൾ അതിൽ യോജിപ്പിച്ച് ഒരു മാസം ഒരു നിധി കമ്പനിയിൽ നിന്ന് 20,000 രൂപ അടയ്ക്കുമ്പോൾ 100 നിധികളിൽ 20 ലക്ഷം രൂപയായി. ആദ്യത്തെ മാസം ഏത് നിധിയാണോ, ഏത് ജില്ലയിലാണോ ഏറ്റവും അത്യാവശ്യമുള്ള നിധികൾ, നമുക്കറിയാലോ എല്ലാ നിധിയുടെയും ഓഡിറ്റ് റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. ഏറ്റവും അത്യാവശ്യമുള്ള നിധി ഏതാണോ ആ നിധിക്ക് ആ 20 ലക്ഷം രൂപ കൊടുക്കാം. അവർക്ക് അത് ഇങ്ങനെ മെല്ലെ മാസാമാസം 20,000 രൂപ അടച്ചു തീർത്താൽ മതി. അപ്പൊ എന്ത് ഗുണമുണ്ട്? ഈ 20 ലക്ഷം രൂപ അവർക്ക് ഫീൽഡിൽ ഈ തരുന്ന പണം കടം കിട്ടാനല്ല, FDയുടെ കടം കിട്ടാനല്ല, ഇത് പക്ക ബിസിനസ് നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ബിസിനസ് ചെയ്യുമ്പോൾ അവർക്ക് അത് തിരിച്ചടച്ചാൽ അവർക്കൊരു ആശ്വാസമാണ്. ഇങ്ങനെ ഓരോ മാസവും നമുക്ക് ഓരോ നിധികളെ സഹായിക്കാൻ പറ്റും. ഈ കൂട്ടായ്മ കൊണ്ട് കേരളത്തിലെ 14 ജില്ലകളിലുള്ള നിധികളുടെ ഈ കൂട്ടായ്മ കൊണ്ട് എന്ത് ഗുണം എന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് നമ്മുടെ കൂട്ടായ്മ കൊണ്ടുണ്ടാവുന്നത്. അതിന് ഈ ചിട്ടി ആയതുകൊണ്ട് അതിന് ചില ലൈസൻസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് നമ്മുടെ ഫെഡറേഷൻ അതിന്റെ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്തു. അതിന്റെ ലൈസൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും അത് ഫെഡറേഷന്റെ കീഴിലായിരിക്കും അതിന്റെ സംവിധാനം. അത് മലപ്പുറം ജില്ലയിലെ ദിനേശൻ എന്ന് പറയുന്ന ഒരാൾക്കാണ് ആ ചിട്ടിയുടെ പൂർണ്ണമായ ഇൻചാർജ് നമ്മുടെ ഫെഡറേഷനിൽ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആ തന്നിട്ടുള്ള സർക്കുലറിൽ അദ്ദേഹത്തിന്റെ നമ്പറും മറ്റു കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് സമയക്കുറവുണ്ട്, പിന്നീട് നമുക്കത് ചർച്ച ചെയ്യാവുന്നതാണ്. എന്തായാലും അങ്ങനെ ഒരു ക്ഷേമ പദ്ധതി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലെനിക്ക് തോന്നുന്നു ചാമേട്ടൻ്റെ നിധി, BNS നിധി, പിന്നെ മുളഞ്ഞൂര് നിധി, ഈ 3 നിധികൾ ഇപ്പോൾ നിലവിൽ പ്രോഫിറ്റിലാണ്. പ്രോഫിറ്റ് എന്ന് വെച്ചാൽ നല്ല പ്രോഫിറ്റിലാണ്. ബാക്കി നിധികളൊക്കെ പ്രോഫിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റപ്പെട്ടയാണ്. പക്ഷെ ഈ 3 നിധികളെ സംബന്ധിച്ച് നമ്മുടെ മുഖച്ഛായ മാറ്റണം. പാലക്കാട് ജില്ലയുടെ, കേരളത്തിന്റെ തന്നെ മുഖച്ഛായ മാറ്റാൻ പറ്റുന്ന തരത്തിൽ ഒരു പദ്ധതി ഇപ്പൊ ആവിഷ്കരിക്കണം. അത് ഇന്ന് നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ അത് മനസ്സിൽ കുറിച്ചിട്ട് പോകണം. കാരണം നമ്മുടെ നാട്ടിലുണ്ടാകുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തുടങ്ങിയത് ചെറിയൊരു റൂമിൽ ഒരു മേശയും ഒരു കസേരയും വെച്ച് തുടങ്ങിയ നിധികളാണ്, അല്ല മറ്റേ സൊസൈറ്റികളാണ്.
ഇന്ന് അവർക്ക് സ്വന്തമായി ഓഡിറ്റോറിയം, സ്ഥലം, പരിപാടികൾ, ഗംഭീര പരിപാടിയാണ്. ഇതൊക്കെ ആരുടെയാ? നാട്ടുകാരുടെ പണം. പക്ഷെ അവരൊക്കെ സ്വന്തമാക്കി. ഇതേപോലെ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മുടെ അണ്ണങ്കമ്പ് ഡെപ്പോസിറ്റ്, ചാമിയേട്ടന്റെ അണ്ണങ്കമ്പ് ഡെപ്പോസിറ്റ് എത്രയാ? ആവറേജ് 36 ലക്ഷം രൂപ അണ്ണങ്കമ്പ് ഡെപ്പോസിറ്റ് ഉള്ള ഒരു കമ്പനിയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എത്രയാ? 50. ചേട്ടന്റെ 25. 25-ന് മുകളിൽ അണ്ണങ്കമ്പ് ഡെപ്പോസിറ്റ് ഉള്ള വേറെ കമ്പനികളുണ്ടോ അവിടെ? 25-ന് മുകളിലുണ്ട്. അമ്പലപ്പാറ അണ്ണങ്കമ്പ് ഡെപ്പോസിറ്റ് ആണോ ചോദിച്ചത്? സംഭവം മനസ്സിലായോ? എടുക്കാതെ ബാങ്കില് ഇപ്പൊ അവിടെ ഇരിക്കുന്നുണ്ട്, പൊട്ടാണ്ട് ബക്ക് പൊട്ടാണ്ട് ഇരിക്കുന്ന സാധനത്തിന് ചോദിച്ചു. അമ്പലപ്പാറ ഉണ്ടാവാൻ വഴിയില്ല. 15 ഉള്ളൂ. ശരി, എനിക്കറിയാം ഏകദേശം ഈ 3 നിധികൾ ഉണ്ടാവുള്ളൂ. ഈ നിധികൾ ഇന്ന് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഇപ്പോ നമ്മുടെ BNS നിധി 1000 രൂപ വരും മാസം. 27 വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നോക്കൂ, 2,70,000 പ്ലസ് ഏകദേശം 3,10,000 രൂപയോളം ഒരു വർഷം അല്ലേ? ഒരു വർഷം 3,10,000 രൂപ നമ്മളിപ്പോ വെറുതെ കൊടുക്കണ്ട ആർക്ക്? റെന്റും ഇലക്ട്രിസിറ്റി മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. നിങ്ങൾ ഇന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് പോയിട്ട് ചിന്തിക്കണം. നിങ്ങളുടെ ബോർഡ് മീറ്റിംഗ് കൂടുമ്പോൾ എന്നെ വിളിക്കണം, ഞാൻ ബോർഡ് മീറ്റിംഗിൽ പങ്കെടുക്കും. ആ നിധിയുടെ അടുത്ത ബോർഡ് മീറ്റിംഗിൽ നമ്മൾ തീരുമാനിക്കേണ്ടത് 50 ലക്ഷം രൂപയാണ് നിങ്ങളുടെ അണ്ണങ്കമ്പ് ഡെപ്പോസിറ്റ് ഉള്ളത്. ലക്കിടി കൂട്ടുപാതയിൽ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി, ടൗണൊന്നും വേണമെന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ഒരു 2 ലക്ഷം രൂപ കൊടുത്തൊരു സെന്റ് സ്ഥലം കിട്ടില്ലേ? എത്ര കിട്ടും? ഞാൻ ടൗണിൽ വേണ്ട, ടൗണ് വിട്. പോരെങ്കിലും പോരട്ടെ. ആലോചന നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, 8 ലക്ഷം തന്നെ കൂട്ടിക്കോ. അല്ല, 8 ലക്ഷം തന്നെ കൂട്ടിക്കോ. 3 സെന്റ് സ്ഥലത്തിന് 324 അല്ലേ? 24 ലക്ഷം രൂപ അതിന്റെ രജിസ്ട്രേഷൻ ഫീ ഉൾപ്പെടെ ഒരു 10-28 ലക്ഷം രൂപ ആയിക്കൊന്നും കൂട്ടിക്കോളൂ. നിങ്ങൾ ഇന്ന് പോയി അടുത്ത മാസത്തെ അല്ലെങ്കിൽ ഈ മാസത്തെ ബോർഡ് മീറ്റിങ്ങിനകത്ത് നിർബന്ധമായിട്ട് നിങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ അസറ്റ് ഉറപ്പിക്കുക എന്നുള്ളതാണ്. ഒരു 8 ലക്ഷം രൂപ കൊണ്ട് 3 സെന്റ് സ്ഥലം മതി നമുക്ക്. സ്വന്തമായി BNS നിധിക്ക് 3 സെന്റ് സ്ഥലം കണ്ടെത്തുന്ന വേണം ഈ മാസം. അത് എനിക്ക് തോന്നുന്നു ചിങ്ങമാസത്തിൽ നമുക്ക് അതിന്റെ പരിപാടി തുടങ്ങാൻ പറ്റണം. ഈ തവണ നമ്മൾ അതിന്റെ സ്ഥലം അഡ്വാൻസ് കൊടുത്ത സ്ഥലം നമ്മുടെ സ്വന്തം പേരിൽ വാങ്ങിയിടുക. 3 സെന്റ് സ്ഥലത്ത് എനിക്ക് തോന്നുന്നു സുഖമായിട്ടൊരു 1800-2000 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് പണിയാൻ പറ്റും. ഇവിടെ ആരെങ്കിലും കോൺട്രാക്ടറുണ്ടോ? 2000 പറ്റും. ഏതാ 2 നില കിട്ടില്ലേ? അതിന്റെ മുകളിൽ ഒരു നില കൂടി പണിയാലോ, 3 ആക്കാലോ. ഒരു 3000 സ്ക്വയർ ഫീറ്റ് കിട്ടും 3 നിലയാണെങ്കിൽ. നോക്കൂ, ഇപ്പൊ നിങ്ങൾ കൊടുക്കുന്നത് 3,10,000 രൂപ ഒരു മാസം വാടക കൊടുക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കണേ, ഒരു 3,10,000 രൂപ ഇന്ന് നിങ്ങൾ കൊടുക്കുന്ന വാടക. അതിനറിഞ്ഞു. അപ്പോ ആ വാടക നമുക്ക് മാറ്റണം. ആ 3,10,000 നമ്മുടെ അസറ്റിലേക്ക് വരണം. മാത്രമല്ല അടുത്ത വർഷം മുതൽ നമുക്കൊരു 2 ലക്ഷം രൂപ വർഷം കിടി കിട്ടണം. എങ്ങനെ? നിങ്ങൾ പണിയേണ്ടത് 3 നില ബിൽഡിംഗാണ്. 3 നില ബിൽഡിംഗ് നിങ്ങൾ പണിത് കഴിഞ്ഞാൽ അതിന്റെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് നാട്ടുകാർക്ക് വാടകയ്ക്ക് കൊടുക്കണം. 2-3 കടമുറി പണിതിട്ട് വാടകയ്ക്ക് കൊടുക്കണം. ഒരു 5,000-10,000 വാടക കിട്ടുന്ന പോലെ അത് വാടകയ്ക്ക് കൊടുക്കുക. അപ്പൊ ഒരു മാസം 20,000 രൂപ 3 റൂമൊന്നും കൂടി നമുക്ക് കിട്ടിയാൽ മതി. അപ്പൊ ഒരു വർഷം നമുക്ക് 20,000 രൂപയാണെങ്കിൽ ഒരു വർഷം 2,40,000 രൂപ നമുക്ക് ഇൻകം വന്നു. നിലവിലൂടെ 3,10,000 പോവുകയാണ്. ഈ പോണത് നമുക്ക് തടുക്കാനും പറ്റും. പുതിയതായിട്ട് ഒരു 2,40,000 രൂപ നമുക്ക് പുതിയ ഇൻകം വന്നു. നോക്കൂ, ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ നിധി പ്രവർത്തിക്കുന്നത്. നിധിയും അതിനോടനുബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഫ്ലോറിൽ. 3rd ഫ്ലോർ എന്ന് പറഞ്ഞാൽ 1000 സ്ക്വയർ ഫീറ്റ് ഇതേപോലൊരു ഹാള് സെറ്റ് ചെയ്തിട്ട് ഇതേപോലൊരു മൈക്ക്, ഒരു സാധനം പബ്ലിക്കിന് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന പോലെ. മാസത്തിൽ ഒരു 4 പരിപാടി കിട്ടിയാൽ മതി. 2,000 രൂപ വെച്ച് കിട്ടിയാൽ മതി. 2,000 വാങ്ങിയാൽ മതി. ഒരു 8,000-10,000 മാസം കിട്ടിയാൽ ഇങ്ങനെ നമ്മൾ വെറുതെ നിധിയിൽ കുറെ FD വാങ്ങി നാട്ടുകാർക്ക് ഈ സ്ഥാപനം കൊണ്ട് ശാശ്വതമായ ഒരു അടിത്തറ നമുക്ക് ഉണ്ടാവണം. ഒപ്പം ഇതിനോടനുബന്ധമായ സംരംഭങ്ങൾ ആരംഭിക്കണം. ഇതിനോടനുബന്ധമായ സംരംഭങ്ങൾ, വലിയ അപകടമില്ലാത്ത ഒട്ടനവധി സംരംഭങ്ങളുണ്ട്. നിങ്ങളിപ്പോ നമ്മുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് കൊല്ലം ജില്ലയിലെ പരവൂരാണ്. പരവൂര് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും.
അവിടെ മാതൃകാപരമായി നടക്കുന്ന ചില സംരംഭങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് അവിടെ കാണും. ഞാനിപ്പോൾ അത് പറയാം. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അസറ്റ് കൂടും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ അസറ്റ് കൂടും. കാരണം സർക്കാർ പറഞ്ഞത് നിങ്ങളുടെ സ്ഥിരമായ അസറ്റിലേക്ക് മാറ്റണം എന്നാണ്. അപ്പൊ നമുക്ക് വിശ്വാസത കൂടും. ജനങ്ങൾ ഇപ്പോൾ നമ്മൾ പോയിട്ട് FD ചോദിച്ചാൽ തരില്ല. സ്വന്തം ബിൽഡിങ്ങിലാണ് ഈ സാധനം പ്രവർത്തിക്കുന്നത് വെച്ചാൽ ജനം ധാരാളമായിട്ട് തരും. നമുക്ക് വിശ്വാസം കൂടും. സമൂഹത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ പറ്റും. അപ്പൊ ആ തരത്തിലേക്ക് നമ്മുടെ നിധി കമ്പനികൾ മറ്റു മേഖലകളിലേക്ക് പ്രവർത്തനം മാറ്റണം. 50,000 സ്ക്വയർ ഫീറ്റ് ആണ് അടി മാത്രം. അങ്ങനെ 3 നിലയാണ്. അപ്പോ 3 നില ബിൽഡിങ്ങിന്റെ പണി കഴിഞ്ഞു. ചിങ്ങം 21 അതിന്റെ ഇനാഗ്രേഷനാണ്. സ്വന്തം ബിൽഡിങ്ങിലേക്ക് മാറുക. അവര് ആദ്യത്തെ ഫ്ലോർ പണിതപ്പോൾ തന്നെ കടക്കാർ വന്ന് അഡ്വാൻസ് കൊടുത്തു. ആ അഡ്വാൻസ് കഴിഞ്ഞിട്ട് അവർ മുകളിലേക്ക് പറന്നുപോയി. എന്ന് വെച്ചാൽ ഇന്ന് അവരുടെ ആസ്തി നമ്മൾ ചിന്തിക്കണതിന് അപ്പുറത്താണെന്ന് അർത്ഥം. അപ്പൊ അതുപോലെ സമൂഹത്തിൽ നമുക്ക് വിശ്വാസതയും സ്വീകാര്യതയും ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഈ സംരംഭങ്ങൾ ഈ തരത്തിലേക്ക് മാറണം. സൂചിപ്പിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഒപ്പം എല്ലാവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.